എം ജി യൂണിവേഴ്സിറ്റി 6th സെമസ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററായ ക്യാപിറ്റൽ ഗെയിൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മളെ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് അതിൻ്റെ ട്രാൻസ്ഫറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ പ്രോഫിറ്റ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടുക? നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അസറ്റ്, ആ ക്യാപിറ്റൽ അസറ്റിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ അഥവാ വിൽക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാൻ പറ്റും. ഇനി ഇത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ടാക്സിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ്. നമുക്ക് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒന്നില്ലെങ്കിൽ അതിനെ സെല്ല് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ അതിനെ ഒരു കൺസിഡറേഷനിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതാവാം. ഇത്രയും നേരം നമ്മൾ ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ ഒരു ക്യാപിറ്റൽ അസറ്റ്സ്? ഏതൊക്കെയാണ് ഈ ഒരു ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിലുള്ള ലാൻഡ്, ബിൽഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ജ്വല്ലറി, ഇതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ഗെയിൻ ഇസ് ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ട്രാൻസ്ഫറിങ് എ ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ പറഞ്ഞു, ഒരു ക്യാപിറ്റൽ അസറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. ഇനി എന്താണ് ഈ ഒരു പ്രോഫിറ്റ്? സെല്ലിംഗ് പ്രൈസ് ആൻഡ് പർച്ചേസ് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ഞാനൊരു ക്യാപിറ്റൽ അസറ്റ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ലാൻഡ് വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചത് 1,00,000 രൂപയ്ക്കാണ്, പക്ഷേ ഞാൻ വിൽക്കുന്നത് 3,00,000 രൂപയ്ക്കാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? ഞാൻ വാങ്ങിയത് 1,00,000 രൂപയ്ക്കല്ലേ, പക്ഷേ വിൽക്കുന്നത് എത്ര ലക്ഷം രൂപയ്ക്കാണ്? 3,00,000 രൂപയ്ക്ക്. അതിൻ്റെ അർത്ഥം എനിക്ക് 2,00,000 രൂപ അവിടെ ലാഭം കിട്ടി. ഈ ലാഭത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ടേമിലൂടെ റെഫർ ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ ഗെയിൻ ആവണമെങ്കിൽ അതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആയാലാണ് നമുക്കൊരു അസറ്റിൻ്റെ ട്രാൻസ്ഫറിനെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തിങ്, അവിടെ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാവണം. വെറും ഏതെങ്കിലും ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് അത് ക്യാപിറ്റൽ ഗെയിൻ ആവില്ല. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമാണ് അത് ക്യാപിറ്റൽ ഗെയിൻ ആവുള്ളൂ. ഇനി ഏതൊക്കെയാണ് ഈ ക്യാപിറ്റൽ അസറ്റ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് ദാറ്റ്. ഇനി ട്രാൻസ്ഫർ, ക്യാപിറ്റൽ അസറ്റ് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവില്ല. നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യണം. ഒന്നില്ലെങ്കിൽ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ ഈ ഒരു സെല്ലിങ്ങിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം. ഞാൻ 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ച ലാൻഡ് ഞാൻ 1,00,000 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവില്ല. നമുക്കവിടെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം കിട്ടിയാൽ മാത്രമാണ് അതെന്താവുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ ആവുള്ളൂ. ഇനി ഞാൻ 1,00,000 രൂപയ്ക്ക് മേടിച്ച ലാൻഡ് ഞാനൊരു 50,000 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ എനിക്കവിടെ നഷ്ടമാണ് വരുന്നത്. അങ്ങനത്തെ കേസിൽ നമുക്കതിനെ ക്യാപിറ്റൽ ലോസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അസറ്റ്സ് വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടുവാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ. ഇനി ക്യാപിറ്റൽ അസറ്റ്സ് വിൽക്കുമ്പോൾ നഷ്ടമാണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ക്യാപിറ്റൽ ലോസ്. ഇനി ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ അസസിയുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ആ ഒരു പ്രോപ്പർട്ടിയുടെ ആരായിരിക്കും കൈവശപ്പെടുത്തിയിരിക്കുന്നത്? അസസി ആയിരിക്കും. ഇനി അത് ടാഞ്ചിബിൾ ആവാം, അതേപോലെ ഇൻടാഞ്ചിബിൾ ആവാം. ടാഞ്ചിബിൾ എന്ന് വെച്ചാൽ നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് തൊടാനും കാണാനും പറ്റാത്തത് ഇൻടാഞ്ചിബിൾ ആവാം. അതേപോലെ അത് മൂവബിൾ ആവാം. മൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ മൂവ് ചെയ്യാൻ പറ്റും, ജ്വല്ലറിയും വെഹിക്കിളൊക്കെ പോലെ. ഇനി ഇമൂവബിൾ എന്ന് വെച്ചാൽ ലാൻഡ് എക്സാമ്പിളായിട്ട് പറയാം. ലാൻഡിനെ നമുക്ക് അവിടെ നിന്ന് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കാൻ പറ്റില്ല, അത് ഇമൂവബിളാണ്, കനോട്ട് ബി മൂവ്ഡ്. ചില സർട്ടൻ എക്സ്ക്ലൂഷൻസ് ഉണ്ട് ക്യാപിറ്റൽ അസറ്റ്സ്. ഈ താഴെ പറയുന്നതൊന്നും ക്യാപിറ്റൽ അസറ്റ്സ് അല്ല. സോ യു ഹാവ് ടു ലേൺ ദിസ്. ഫസ്റ്റ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഫോർ ബിസിനസ്. ബിസിനസ്സിലേക്കുള്ള സ്റ്റോക്ക്, അതൊന്നും ക്യാപിറ്റൽ അസറ്റിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല.
പിന്നെ പേഴ്സണൽ ഹൗസ് ഹോൾഡ് ഗുഡ്സ്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള വീട്ടിലേക്കുള്ള ഗുഡ്സ്, അതൊന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല, ക്യാപിറ്റൽ അസറ്റ്സ് ആക്കാൻ പറ്റില്ല. ഇനി വേറെയുള്ളത് സർട്ടൻ ഗവൺമെൻറ് ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ്. ചില ഗവൺമെൻറ് ബോണ്ട്സും സെക്യൂരിറ്റീസും നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് അല്ല. അതേപോലെ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ്സ് അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ അതിന് നമുക്ക് ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ട് കൂട്ടാൻ പറ്റും. പക്ഷേ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് അത് ക്യാപിറ്റൽ അസറ്റ്സ് അല്ല. ഇനി ക്യാപിറ്റൽ അസറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സും മറ്റേത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സും. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ്സിനെ ഒരു 36 മാസത്തിൽ താഴെയാണ് കയ്യിൽ വെക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയാം. അതായത് 36 മാസം കഴിഞ്ഞിട്ടല്ല, 36 മാസത്തിന് 36, 35 അങ്ങനെ 35 മാസത്തിൽ അല്ലെങ്കിൽ 36 മാസത്തിൽ കുറവ് കാലഘട്ടത്തിലേക്കാണ് നമുക്ക് ഈ അസറ്റ് കൈവശമുള്ളൂ എങ്കിൽ നമുക്കതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാൻ പറ്റും. ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ അത് 24 മന്തായിട്ട് കുറയും. ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ്, യു ടി ഐയുടെയൊക്കെ കേസിൽ വരുമ്പോഴേക്കും അത് 12 മന്ത്സ് ആവും. ഇനി നമ്മുടെ ബിസിനസ്സിലുള്ള അസറ്റ്സിൻ്റെ വാല്യൂ, ഡിപ്രിസിയേഷൻ വാല്യൂ നമ്മൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെപ്പോഴും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരുന്നുണ്ട്. എന്താണ്, നമ്മൾ റിട്ടൺ ഡൗൺ വാല്യൂ വെച്ചിട്ട് ഒരു അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ ആ ഒരു അസറ്റിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഇനി ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിൽ നമുക്കൊരു ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഇത് തന്നെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. റൂൾസ് ആർ സെയിം, പക്ഷേ ഇതിനകത്ത് മോർ ദാൻ 36 മന്ത്സ് ആണ്. അതേപോലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വരുമ്പോൾ മോർ ദാൻ 24 മന്ത്സ് ആണ്. ഇനി ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ്, UTI അതൊക്കെ 12 മന്ത്സുമാണ്. നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിൻ, പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാൻ പറ്റും. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ബേസ് എന്ന് പറയുന്ന തിങ്ങാണ് നോക്കിയിട്ടുള്ളത്.